ഈ വീഡിയോ ഞാൻ എൻ്റെ വാപ്പാക്ക് പേഴ്സണലി ഡെഡിക്കേറ്റ് ചെയ്യണം. എൻ്റെ വാപ്പ മാത്രമല്ല സകല വാപ്പകൾക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിത്. ശരിക്കും. അസ്സലാമു അലൈക്കും. ഞാൻ ആദിൽ. ആൻഡ് ദിസ് ചാപ്റ്റർ 17, 18, 19, 20 ഓഫ് സൈക്കോളജി ഓഫ് മണി, which is seduction of pessimism. You'll believe anything altogether confession. രണ്ട് വാക്കിൻ്റെ അർത്ഥം അറിയണം. ഒപ്റ്റിമിസം, പെസിമിസം. ഇത് രണ്ടും ഒരു മൈൻഡ് സെറ്റാണ്. പോസിറ്റീവ് മൈൻഡ് സെറ്റ്, അതായത് നല്ലത് സംഭവിക്കും എന്നുള്ള ഹോപ്പ്ഫുൾ ആയിട്ടുള്ള മൈൻഡ് സെറ്റിനാണ് ഒപ്റ്റിമിസം എന്ന് പറയുന്നത്. പെസിമിസം നേരെ ഓപ്പോസിറ്റ്, നെഗറ്റീവ് മൈൻഡ് സെറ്റ്, എന്തെങ്കിലും ദുരന്തം മാത്രം സംഭവിക്കും എന്നുള്ള പ്രതീക്ഷയുള്ള ആ ഒരു മൈൻഡ് സെറ്റിനാണ് പെസിമിസം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ഫ്രണ്ട് സർക്കിളിൽ ഒരാളെങ്കിലും ഉണ്ടാവും എപ്പോൾ നോക്കിയാലും ഈ ദുരന്ത വർത്താനം പറയും. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. അവരെ പറ്റിയല്ല, നമ്മുടെ ഡെയിലി ലൈഫിൽ കണ്ടുവരുന്ന ഒരു പെസിമിസമാണ് ദ ന്യൂസ്. ഒരു ന്യൂസ് ആവണമെങ്കിൽ അത് നെഗറ്റീവ് ആവണം, അല്ലെങ്കിൽ അത് ന്യൂസ് ആവില്ല. ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഒരു ന്യൂസ് ആവണമെങ്കിൽ അത് നെഗറ്റീവ് ആവണം, അത് ഷോക്കിംഗ് ആയിരിക്കണം, റെയർ ആയിരിക്കണം, എന്നാലേ ആൾക്കാരെ വരാൽപ്പിക്കുള്ളൂ. വെറാസ് ന്യൂസ് ആവാത്ത കണ്ടന്റ് എന്തൊക്കെയാണ്? ഡെയിലി ലൈഫിൽ ഉണ്ടാവുന്ന പുരോഗമനങ്ങൾ, ദാരിദ്ര്യത്തിൽ നിന്ന് കുറേ പേര് ഉയർന്നു വന്നവർ, അല്ലെങ്കിൽ ടെക്നോളജി പരമായിട്ടുള്ള പുരോഗമനങ്ങൾ. ആർക്കറിയണതൊക്കെ? അതൊന്നും ന്യൂസ് അല്ല, അതൊന്നും ആർക്കും അറിയേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തേക്ക് ന്യൂസ് എന്ന് പറഞ്ഞാൽ അപഹിതം, കൊലപാതകം, റേപ്പ്, പപ്പടം കിട്ടാത്തതിനടി, ലേസ് കിട്ടാത്തതിനടി, എന്ന് നോക്കി കൂട്ടത്തല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പെസിമിസം മാത്രം നമ്മുടെ ഈ ബ്രെയിനിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ പൊന്നിടാവെ നമ്മൾ ഭയങ്കരമായിട്ട് ഫക്ഡപ്പ് ആവും. അതായത് എന്താണ് ഇപ്പൊ റിസ്ക് എടുക്കാൻ ഭയങ്കര പേടിയായിരിക്കും, ഇൻവെസ്റ്റ് ചെയ്യൂല എവിടെയും. പിന്നെ എന്താണ്, നമ്മുടെ ഏത് ഡിസിഷൻ എടുക്കുകയാണെങ്കിലും അത് ഡിലേ ആക്കും. കുറച്ചുകൂടെ കഴിയട്ടെ, ഇതൊക്കെ ഒന്ന് മാറട്ടെ, ഇതൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ, ഇങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ ഡിലേ ആക്കിക്കൊണ്ടിരിക്കും. ഡ്യൂഡ്, എനിക്കിതൊക്കെ ശരിക്കും എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല. സോ ഇതിൻ്റെയൊക്കെ അവസാനം, അറ്റ് ദി എൻഡ്, പെസമിസം ആയിട്ടുള്ള ആൾക്കാർ എവിടെ എത്തൂല. ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ എന്താണ്, പോസിറ്റീവായിട്ട്, ഹോപ്പ്ഫുൾ ആയിട്ട് നല്ലത് സംഭവിക്കും എന്ന് ചിന്തിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ മാത്രമേ എവിടെയെങ്കിലൊക്കെ എത്തുള്ളൂ അറ്റ് ലാസ്റ്റ്. ഇനി ദ മോസ്റ്റ് ഡേഞ്ചറസ്, ദ സ്റ്റോറീസ് ദാറ്റ് വി ടെൽ അബൌട്ട് മണി ടു അവർ സെൽഫ്. ഈ ഒരു ചാപ്റ്റർ ഞാൻ പഠിച്ചപ്പോൾ സത്യം പറയാൻ എനിക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ എൻ്റെ പാസ്റ്റിൽ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റി. കുറേന്ന് വെച്ചാൽ കുറേ, നിങ്ങൾക്കും എന്തായാലും 100% കമ്പയർ ചെയ്യാൻ ഇഷ്ടം പോലെ കാര്യങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവും. സംഭവം എന്താണെന്ന് വെച്ചാൽ, പൈസയുടെ കേസിൽ വരുമ്പോൾ നമുക്ക് രണ്ട് ഇമോഷൻസ് ആണ്. എന്താ? ഫിയറും ഗ്രീഡും, ഭയവും ആർത്തിയും. പൈസനോടുള്ള ഈ രണ്ട് കേസ് വരുമ്പോൾ നമ്മൾ ഏത് ആവശ്യമാണ് നമുക്കവിടെ നിറവേറ്റേണ്ടത്, ആ ആവശ്യം സപ്പോർട്ട് ചെയ്യാനുള്ള എന്ത് സ്റ്റോറീസ് കേട്ടാലും നമ്മൾ അത് കണ്ണടച്ച് വിശ്വസിക്കും, അല്ലെങ്കിൽ നമ്മളെ തന്നെ അത് കൺവിൻസ് ചെയ്യും അത് സത്യമാണ് എന്നുള്ള കാര്യം. ആസ് ഇപ്പോൾ സ്റ്റോറി നമുക്ക് എന്താണ്, പൈസ വേണം അല്ലെങ്കിൽ പൈസയുള്ള ആർത്തി, ആ ഒരു ഇമോഷൻ വന്നു കഴിയുമ്പോൾ എന്തൊക്കെയാണ്? ഗ്രീഡ് പ്ലസ് ഒപ്റ്റിമിസം, ആർത്തിയും പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്. ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ സ്റ്റോറീസ് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ അതൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും, നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യുകയും ചെയ്യും. നേരെ ഓപ്പോസിറ്റ്, പൈസ പോകും എന്നുള്ളൊരു പേടി വരുമ്പോൾ ഫിയർ പ്ലസ് പെസിമിസം, ഭയവും നെഗറ്റീവായിട്ടുള്ള തിങ്കിങ്. അങ്ങനത്തെ സ്റ്റോറീസ് മാത്രം നമ്മൾ പറഞ്ഞിട്ട് നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യും. അത്ര ക്ലിയർ ആയിട്ടില്ലത് എനിക്ക് മനസ്സിലായി. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഒരാൾക്ക് പെട്ടെന്ന് റിച്ച് ആവണം എന്നുള്ളൊരു മൈൻഡ് സെറ്റായിട്ട് തന്നെയാണ്. അപ്പോൾ അയാൾ കൂടുതലും പറയാൻ പോകുന്നത് ക്രിപ്റ്റോ, ദ ഫ്യൂച്ചർ ഓഫ് മണി, ദ മാർവലസ്, ഒരിക്കലും ക്രാഷ് ആവില്ല. തേങ്ങ എത്ര വട്ടം ക്രാഷ് ചെയ്യാൻ അറിയും. അത് ഞാൻ ഇഷ്ടം പേഴ്സണലി എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ. അപ്പൊ ക്രിപ്റ്റോയുടെ കേസിൽ നമ്മൾ ലോജിക്കലി ചിന്തിച്ചാൽ ക്രാഷ് ആവും എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ നമുക്ക് നമ്മുടെ ആവശ്യം പെട്ടെന്ന് റിച്ച് ആവണം, പോസിറ്റീവ് ആണ്, പൈസ കൊണ്ട് ആർത്തി. അപ്പൊ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യണ എന്ത് സ്റ്റോറീസ് ആയിട്ടാലും നമ്മൾ അത് വിശ്വസിക്കും, നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യും ആ സെറ്റാണെന്ന്. എൻ്റെ പേഴ്സണൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടാവും, കുറേ നേരം സ്ക്രീനിൽ നോക്കേണ്ട ആവശ്യങ്ങളൊക്കെ വരും. അപ്പോൾ കണ്ണ് സെറ്റാക്കാൻ വേണ്ടി ഒരു എന്താണ് എൻ്റെ പേര്, ബ്ലൂ ലൈറ്റ് ഗ്ലാസ്, ബ്ലൂ ലൈറ്റിൻ്റെ പ്രൊട്ടക്ഷൻ ഒരു വട്ടം പോലും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. വെറുതെ അതാണ്. ആ സമയത്ത് ഞാൻ കൺവിൻസ്ഡ് ആയി എനിക്ക് ആ ഗ്ലാസ് വേണം എന്നുള്ള കാര്യത്തിൽ. സോ ഇൻ ഷോർട്ട്, ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ പൈസനോടുള്ള ഗ്രീഡും ഫിയറും എത്രത്തോളം സ്ട്രോങ്ങർ ആണ്,
അത്രത്തോളം വീക്കാണ് ദ ലോജിക്. പട്ടി വരെ ഉണ്ടാവുള്ളൂ ലോജിക്കിന് ആ സമയത്ത്. സോ ഓൾവേസ് ക്വസ്റ്റ്യൻ ദ സ്റ്റോറീസ് ദാറ്റ് ആർ ടു ഗുഡ് ടു ബി ട്രൂ. ഓക്കെ, സോ ചാപ്റ്റർ 20 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മോർഗൻ ഹസൽ ദ ഓതർ ഓഫ് ദിസ് ബുക്ക് പൈസനെ എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് പേഴ്സണലി. സോ മൂപ്പര് പറഞ്ഞാൽ ഇത്രയും പറഞ്ഞ സൈക്കോളജി ഓഫ് മണി എല്ലാം 100% നമ്മൾ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല. കാരണം എല്ലാവർക്കും ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ആണ്, ഡിഫറെൻറ്റ് ഫൈനാൻസ് ആണ്, ഡിഫറെൻറ്റ് ലൈഫാണ്. എല്ലാവരും ഒരേപോലെ പൈസ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല. ഇതിനൊരു യൂണിവേഴ്സൽ ഫോർമുല ഉണ്ടാന്ന് വെച്ചാൽ ഇല്ല, അങ്ങനെ ഉണ്ടാവൂല. സോ മൂപ്പർ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ മിതമായ അളവിലേ ചിലവാക്കാറുള്ളൂ. ഇൻവെസ്റ്റ്മെന്റ്സിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് ഉള്ളൂ, പക്ഷെ അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ്, മാർക്കറ്റിനെ വെട്ടിച്ച് പൈസ ഉണ്ടാക്കണം എന്നുള്ളതല്ല ഉദ്ദേശം, രാത്രി സുഖമായി കിടന്നുറങ്ങുക എന്നുള്ളതാണ്. സോ ഇതാണ് നമ്മുടെ ഈ ബുക്ക് പറയുന്നത്. ഇതോടെ നമ്മുടെ ബുക്ക് കംപ്ലീറ്റ് ആയി. സോ അടുത്ത ബുക്കായിട്ട് വരുന്നത് വരെ, അൺടിൽ ദെൻ I'm building something bigger. Stick around. അസ്സലാമു അലൈക്കും. പിന്നെ അടുത്ത വല്ല ബുക്കിൻ്റെ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ഓക്കെ, അസ്സലാമു അലൈക്കും.